കുറച്ചുകൂടി ചരിഞ്ഞ് കുറച്ച് കൈ എടുത്ത് വെക്കേ. മിസ്റ്റർ പ്രേമൻ അകത്തുണ്ട്, വരൂ. കൈ ഒന്ന് വെക്കണ്ട. ജോൺ എടുത്തോ. ഹലോ ഡോക്ടർ. ഹലോ. എന്നാണ് ഡോക്ടറെ കൂട്ടി ഈ വഴിക്കൊക്കെ? ഇതുകൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത് എന്റെ ഡോക്ടറെ, അല്ലേ രേണു? ആ ജോണേ, നോക്കി നിൽക്കാണ്ട് ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരുടെ ഒരു ഫാമിലി ഫോട്ടോ എടുക്ക്. ഭാര്യയെ സൂചിപ്പിക്കാൻ ഇത്ര ചില റൊമാൻസ് ഒക്കെ വേണം, അല്ലേ ഡോക്ടറെ? വന്ന കാലിൽ നിൽക്കാന്ന് വാന്ന്, നമുക്ക് ക്യാബിനിലിരിക്കാം. ഓക്കെ. ആ വാ ജോണേ, നീ ഒന്ന് മാനേജ് ചെയ്തേ. അധികം ടച്ചിങ്സ് വേണ്ട. വരാവേ. ഇവന്റെ ഒക്കെ ഒരു ഭാഗ്യം, ലോകത്തുള്ള പെമ്പിള്ളേരൊക്കെ വേണ്ടി ഭാര്യമാരാ. ഡോക്ടർ പറഞ്ഞ പ്രപ്പോസൽ ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. ഇന്ന് വരെ ചെയ്തതിൽ വെച്ച് ഏറ്റവും നല്ല ആഡ് ഫിലിം ഞാൻ ഡോക്ടർക്ക് ഓഫർ ചെയ്യുന്നു. ആ ഇതിന്റെ ക്രെഡിറ്റ് മുഴുവൻ രേണുവിനാ. പുള്ളിക്കാരത്തെയാണല്ലോ നമ്മളെ തമ്മിൽ പരിചയപ്പെടുത്തിയത്. അതെ അതെ, രേണുവുമായുള്ള ഈ പരിചയമാണല്ലോ എല്ലാറ്റിനും കാരണം, അല്ലേ രേണു? അത് ഞാനാണ്. ഡോക്ടർ ചെല്ലുന്നിടത്തൊക്കെ ഡോക്ടറെ നോക്കി ഓരോ കപ്പിൾസിന്റെ ഫോട്ടോസ് ഉണ്ടാവും. ഡോക്ടർ അന്ന് വീട്ടിൽ വന്നപ്പോ നിന്റെ ചേച്ചിയുടെയും ഹസ്ബൻഡിന്റെ ഫോട്ടോസ് ഉണ്ട്. ഇപ്പൊ ഇത് കണ്ട. ഈ സാധനത്തിന് ഓർക്കുന്നില്ലേ, ആശുപത്രിയിൽ വെച്ച് അമ്മയ്ക്കല്ലേ ആട്ടുകല്ലേ പരസ്യത്തിന്റെ ജസ്റ്റ് ഫോർ എ ഡെമോൺസ്ട്രേഷൻ ഞാനിങ്ങനെ വെറുതെ വെച്ച് നോക്കിയിരുന്നു. ഇതിന്റെ ലൈറ്റ് അപ്പ് പ്രശ്നമുണ്ടോ, വല്ല കുഴപ്പമുണ്ടോ നോക്കി. നല്ല ഫോട്ടോസ് അല്ലേ രേണു? സൂക്ഷിക്കണം, ആളിത്തിരി ചുറ്റിക്കളയാ. ഡോക്ടർ കരുതും പോലെയൊന്നും അല്ല എന്റെ ശ്രീമതി. എന്റെ പ്രൊഫഷനെ കുറിച്ച് ഇവൾക്ക് നല്ല ധാരണയുണ്ട്, അല്ലേ രേണു?